പ്രൈസ് ലോർഡ്. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. സങ്കീർത്തനം 119:50 വാക്യം. ഈ വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ കഷ്ടകാലത്ത് ദൈവത്തിൻ്റെ വചനം നമ്മെ ജീവിപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതുമാണ്. ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതായതുകൊണ്ടാണ് നാം കഷ്ടകാലത്തായിരിക്കുമ്പോഴും വചനം നമ്മെ ക്രിയ ചെയ്യുന്നത്. ദൈവവചനം നമ്മെ കഷ്ടതയിൽ നിന്ന് പുറത്തു വരുവാൻ, ആ പ്രയാസത്തിൽ നിന്ന്, ആ ബുദ്ധിമുട്ടിൽ നിന്ന് നമ്മെ അതിൽ അകപ്പെട്ടു പോകാതെ, ആ കഷ്ടത്തിൽ അകപ്പെട്ട് നാം നശിച്ചു പോകാതെ, ആ കഷ്ടകാലത്തും കഷ്ടതകൾ അനുഭവിക്കുമ്പോഴും ദൈവവചനത്തിൽ വിശ്വാസത്തോടെ, ഉറപ്പോടെ ദൈവവചനം നമ്മെ ജീവിപ്പിക്കുവാൻ ഇടയായിത്തീരും. ദൈവവചനം ജീവനുള്ളതാണ്. ആ ജീവനുള്ള വചനം നമ്മെ സ്പർശിക്കുമ്പോൾ, നാം ആ വചനത്തെ നാം വായിക്കുമ്പോൾ ചില വചനങ്ങൾ നമ്മെ ജീവിപ്പിക്കുവാൻ ഇടയായിത്തീരും. എന്നെ ജീവിപ്പിച്ച ഒരു വചനമാണ് യഹോവ എൻ്റെ നിത്യപ്രകാശം, നിന്റെ ദുഃഖകാലം മാഞ്ഞു പോയിരിക്കുന്നു എന്നുള്ള ഒരു വചനം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 60-ാം അധ്യായം അതിൻ്റെ 20-ാം വാക്യത്തിൽ അങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും. യഹോവ നമ്മുടെ നിത്യപ്രകാശമാണ്, നമ്മുടെ ദുഃഖകാലം മാഞ്ഞു പോയിരിക്കുന്നു അല്ലെങ്കിൽ മാറ്റിക്കളഞ്ഞിരിക്കുന്നു എന്ന്. ഞാൻ ആ സമയത്ത് പലവിധമായ പ്രയാസത്തിലൂടെ, കണ്ണുനീരിൻ്റെ അവസ്ഥയിലൂടെ, വേദനയുടെ അവസ്ഥയിലൂടെയൊക്കെ പോയിക്കൊണ്ടിരുന്ന ഒരു സമയമാണ്. പല ദൈവദാസന്മാരും ഞങ്ങളുടെ ആലയത്തിൽ കടന്നു വന്നപ്പോഴെല്ലാം എന്നോട് ഈ ദൂത് പറയുവാനും ഇടയായി തീർന്നു. ഈ വചനം തന്നെ എനിക്ക് ലഭിക്കുവാനും ഇടയായി തീർന്നു. ആ വചനം ഞാൻ പ്രാപിച്ചെടുത്തതിന് ശേഷം, ആ വചനം കേട്ടതിന് ശേഷം, പല ദൈവദാസന്മാരിലൂടെ 2021 ആ വചനം കേട്ടതിന് ശേഷം എൻ്റെ ജീവിതത്തിൽ വലിയ 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 മാറ്റങ്ങൾ കടന്നു വരുവാൻ ഇടയായി തീർന്നു. എൻ്റെ ജീവിതത്തിൽ പല മേഖലയിലും നോക്കുമ്പോൾ ഞാൻ വേദനിച്ചു കൊണ്ടിരുന്ന, ഞാൻ പ്രയാസപ്പെട്ടുകൊണ്ടിരുന്ന, ഞാൻ ദുഃഖിച്ച് ഞരങ്ങി കരഞ്ഞുകൊണ്ടിരുന്ന ആ അവസ്ഥകളിൽ നിന്നെല്ലാം ദൈവം എനിക്ക് വളരെ മാറ്റങ്ങൾ തന്ന് എന്നെ പുറത്തോട്ട് കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നു. ഞാൻ എന്താണ് കാരണം, എന്താണ് പ്രശ്നം എന്ന് മനസ്സിലാക്കാൻ, എന്തുകൊണ്ട് ദൈവമേ എന്ന് കരഞ്ഞുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളായിരുന്നു ആ സമയം. പക്ഷേ ദൈവം എന്തുകൊണ്ടാണ് എന്നുള്ളത് ആ വചനം എന്നിൽ ക്രിയ ചെയ്തതിന് ശേഷം, ദൈവം എന്തുകൊണ്ടാണ് എൻ്റെ ഈ പ്രശ്നങ്ങൾക്ക് കാരണം, എൻ്റെ ഈ ദുഃഖങ്ങൾക്ക് കാരണം, എൻ്റെ പ്രയാസങ്ങൾക്ക് കാരണം, എൻ്റെ വേദനകൾക്ക് കാരണമെന്ന് ദൈവം എനിക്ക് വെളിപ്പെടുത്തുവാൻ തുടങ്ങി. അങ്ങനെ മറഞ്ഞിരുന്ന പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ വെളിപ്പെട്ടു വരുവാൻ ഇടയായി. അതിനുശേഷം ഞാൻ ദുഃഖിച്ചിരിക്കുന്ന അവസ്ഥകളെല്ലാം ദൈവം എന്നിൽ നിന്ന് എടുത്തു മാറ്റി. പിന്നെ ഞാൻ ദുഃഖിച്ചിരിക്കുന്നത് ആരും തന്നെ കണ്ടിട്ടില്ല. എപ്പോഴും ചിരിക്കുന്ന മുഖം എല്ലാവർക്കും കാണുവാനിടയായി. കാരണം ആ വചനം എന്നെ സ്പർശിച്ചു. ആ വചനം പിന്നെ എന്നിൽ ക്രിയ ചെയ്യുവാൻ തുടങ്ങി. അതാണ് നാം ഇവിടെ വായിച്ചു കേട്ടത്. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. അങ്ങനെ പല വചനങ്ങളും നമ്മുടെ ജീവിതത്തിൽ ആശ്വാസമായി തീരാറുണ്ട്. ചില സാഹചര്യങ്ങളിലൂടെ പോകുമ്പോൾ ചില വചനങ്ങൾ നമ്മെ ജീവിപ്പിക്കുവാൻ ഇടയായിത്തീരും. നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി തീരുവാനിടയാവും. ചില വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പറ്റും. ആ വചനം കയറി പറ്റുമ്പോൾ
ആ വചനപ്രകാരം നമ്മുടെ ജീവിതത്തെ മാറ്റുവാനിടയായിത്തീരും. അതിനുശേഷം എൻ്റെ ജീവിതം പ്രകാശത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായിത്തീർന്നു. ഞാൻ അതുവരെയും ഒരു എന്തു പറയാൻ ഒരു 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 അന്ധകാരത്തിന്റെ വലയത്തിലായിരുന്നു, ഒരു അന്ധതയുടെ. അതായത് എൻ്റെ കണ്ണ് പല കാര്യങ്ങളിലും മറഞ്ഞിരുന്നു. എൻ്റെ കണ്ണ് പല കാര്യങ്ങളിലും മറഞ്ഞിരുന്നു. അന്ധകാരം എന്ന പിശാചിന്റെ അടിമ എന്നല്ല ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത്. എൻ്റെ കണ്ണിൽ പലതും മറഞ്ഞിരുന്നു. പക്ഷേ ദൈവം അവിടെ ആ വചനം ക്രിയ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മറഞ്ഞിരുന്ന പല കാര്യങ്ങളും എൻ്റെ മുമ്പിൽ വെളിപ്പെടുവാനിടയായിത്തീർന്നു. വെളിപ്പെട്ടതോടുകൂടി ഞാൻ ഏതവസ്ഥയിലൂടെ കടന്നു പോയോ ആ അവസ്ഥയിൽ നിന്ന് എനിക്ക് പുറത്തു വരുവാൻ, ആ അവസ്ഥയിൽ നിന്നെല്ലാം പൂർണ്ണമായി പുറത്തു വരുവാൻ ദൈവം എന്നെ സഹായിച്ചു. ഇന്നും ദൈവം എന്നെ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ ഒരു മാസക്കാലവും എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ അത്ഭുതങ്ങളുടെ ദിവസങ്ങളായിരുന്നു. അത്ഭുതങ്ങളുടെ ദിവസങ്ങളായിരുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് ചിന്തിച്ചതായ പല കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ ദൈവം നടത്തി തന്ന മാസമായിരുന്നു ഈ കഴിഞ്ഞ ഒരു മാസം. എനിക്ക് ചില ക്യാഷിന് ആവശ്യമുണ്ടായിരുന്നു. എവിടെ നിന്നൊക്കെയോ ദൈവം, പലരുടെയും കൈവശത്ത് നിന്ന് ദൈവം എനിക്ക് അത് ഒരുക്കി തന്നു. ചില ഗവൺമെന്റ് സംബന്ധമായ ചില പേപ്പർ വർക്കുകൾ ചെയ്യുവാൻ ഞാൻ ഒരു വർഷം കൊണ്ട് ആഗ്രഹിച്ചിരുന്നത് ഈ മാസം, ഈ കഴിഞ്ഞ മാസം, അതായത് ഈ നവംബർ മാസം എനിക്ക് ചെയ്യുവാൻ ദൈവം ഇടയാക്കി. അങ്ങനെ പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ നന്മകളുടെ മാസമായിരുന്നു, അനുഗ്രഹത്തിൻ്റെ മാസമായിരുന്നു. പല കാര്യങ്ങളിലും എനിക്ക് അനുഗ്രഹമായിരുന്നു. ഓരോ ദിവസവും ദൈവം എനിക്ക് വലിയ വലിയ നന്മകൾ, വലിയ വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തരുവാൻ ഇടയായ മാസമാണ് ഈ കഴിഞ്ഞ ഒരു മാസക്കാലം. ദൈവം എന്നെ സമൃദ്ധിയായി നടത്തിയ, ചില ഡിസിഷൻസ് എടുക്കുവാനുള്ള ആ ഡിസിഷൻസിന് മറുപടി പോസിറ്റീവായിട്ട് ലഭിച്ച മാസമായിരുന്നു. ഞാൻ അതാണ് പറഞ്ഞത്, എനിക്ക് 2021 ദൈവം എന്നോട് ഇടപെട്ടു. യഹോവ നിത്യപ്രകാശമാണെന്നും ദുഃഖകാലം മാച്ചു കളഞ്ഞിരിക്കുന്നു, നിന്റെ ദുഃഖകാലം തീർന്നു പോയിരിക്കുന്നു. 21 ശേഷം ഞാൻ ദുഃഖിച്ച് ഇരുന്നിട്ടില്ല, വേദനിച്ചിരുന്നിട്ടില്ല. ദൈവസന്നിധിയിൽ മാത്രമേ ഞാൻ കണ്ണുനീർ ഒഴുക്കിയിട്ടുള്ളൂ. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഞാൻ കണ്ണുനീർ ഒഴുക്കാറുണ്ട്. ആലയത്തിൽ പലപ്പോഴും ഇരിക്കുമ്പോൾ, ആലയത്തിൽ ചില സമയം ആരാധന നടക്കുമ്പോൾ അറിയാതെ ദൈവസന്നിധിയിൽ പൊട്ടിക്കരയാറുണ്ട്. ഞാൻ ഒന്നും ചിന്തിച്ചോണ്ടല്ല കരയുന്നത്, ഒന്നും മനസ്സിൽ തോന്നിട്ടുമല്ല പൊട്ടിക്കരയുന്നത്. അറിയാതെ ഞാൻ വാവിട്ട് നിലവിളിക്കാറുണ്ട്, പൊട്ടി കരയാറുണ്ട്. അപ്പോഴെല്ലാം അന്യഭാഷ പറഞ്ഞാണ് കരയുന്നത്. എന്തിനാണ് കരയുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷെ ആ കരഞ്ഞു കഴിയുമ്പോൾ അടുത്ത ദിവസം എനിക്ക് എന്തെങ്കിലും വലിയ നന്മ പ്രാപിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴൊക്കെ ആലയത്തിൽ കരഞ്ഞിട്ടുണ്ടോ ദൈവം എനിക്ക് നന്മകൾ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷെ ഞാൻ അറിഞ്ഞുകൊണ്ട് കരയുന്നതല്ല. ആരാധന സമയത്ത്, വർഷിപ്പ് സമയത്ത് അറിയാതെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ദൈവസന്നിധിയിൽ കരയാറുണ്ട്. പണ്ടൊക്കെ ആലയത്തിൽ ഇരുന്ന് കരയുമ്പോൾ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, വിശ്വാസികൾ എന്ത് വിചാരിക്കും, വർക്കേഴ്സ് അതും ഇതും എൻ്റെ ഹസ്ബൻഡിനോട് പറയും എന്നൊക്കെ ഞാൻ ചിന്തിക്കാറുണ്ട്. പക്ഷെ ഇപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കാറില്ല. കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ നാം കരയുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരും. നാം മനുഷ്യരുടെ മുമ്പിൽ കരയേണ്ട ആവശ്യമില്ല.
നാം കർത്താവിന്റെ സന്നിധിയിൽ കരയുകയാണെങ്കിൽ, കർത്താവിന്റെ സന്നിധിയിൽ താഴ്ന്നിരുന്ന് നാം കരയുകയാണെങ്കിൽ, ആരുടെയും മുമ്പിൽ കരയുവാൻ ദൈവം നമ്മെ അനുവദിക്കത്തില്ല. ആരുടെയും മുമ്പിൽ തല കുനിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കത്തില്ല. ദൈവം നമ്മെ മാനിക്കുവാൻ, ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ഇടയായിത്തീരും. ആത്മാവ് ഞരങ്ങുന്നതാണ് നാം തന്നെ അറിയാതെ ആരാധന സമയത്ത്, വർഷിപ്പ് സമയത്ത്, പ്രാർത്ഥനാ സമയത്ത് നാം നിലവിളിയോടെ ദൈവസന്നിധിയിലിരിക്കുന്നു, നാം കണ്ണുനീരൊഴുക്കുന്നു. അങ്ങനെ കണ്ണുനീരൊഴുക്കുമ്പോൾ ദൈവം നമ്മെ മാനിക്കുവാൻ, ദൈവം നമ്മെ അനുഗ്രഹിക്കുവാൻ ഒക്കെ കാരണമായി തീരും. നാം ഒരിക്കലും ആലയത്തിൽ ഇരിക്കുമ്പോൾ, ആലയത്തിൽ ആരാധിക്കുമ്പോൾ, ആലയത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ നമ്മെ നോക്കി പരിഹസിക്കും, നമ്മെ നോക്കി നിന്ദിക്കും, മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞുണ്ടാക്കും എന്നൊന്നും നാം ചിന്തിക്കേണ്ട ആവശ്യമില്ല. നാം ഇരിക്കുന്നത് ദൈവസന്നിധിയിലാണ്, ദൈവത്തിന്റെ മുമ്പാകെയാണ് നാം ഇരിക്കുന്നത്. നാം കരയുന്നെങ്കിൽ അത് ദൈവത്തിന്റെ സന്നിധിയിൽ, അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നാണ് ആ കരച്ചിൽ കടന്നു വരുന്നത്. അങ്ങനെ കരയുമ്പോൾ ദൈവത്തിന്റെ സന്നിധിയിൽ കണ്ണുനീര് വീഴുന്നുവെങ്കിൽ അവിടെ എന്ത് വിഷയമാണോ നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ആ വിഷയങ്ങൾക്ക് പരിഹാരം ദൈവം തരുവാനിടയായിത്തീരും. നമ്മുടെ ക്രിസ്തു തരുവാനിടയായിത്തീരും. ക്രിസ്തു നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. കർത്താവ് നമ്മൾക്ക് വേണ്ടി പിതാവിന്റെ വലതുവശത്തിരുന്ന് പക്ഷവാദം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നാം കർത്താവിന്റെ സന്നിധിയിൽ, ക്രിസ്തുവിന്റെ സന്നിധിയിൽ നാം താഴ്ന്നിരുന്ന് കണ്ണുനീരൊഴുക്കുമ്പോൾ നമ്മുടെ ജീവിതം പ്രകാശത്തിലേക്ക് എത്തുവാൻ ഇടയായിത്തീരും. നമുക്ക് സാധിക്കാത്ത പല കാര്യങ്ങളും കർത്താവ് നമുക്ക് സാധിപ്പിച്ച് തരുവാൻ ഇടയായിത്തീരും. ഈ കഴിഞ്ഞ ഒരു മാസക്കാലവും ദൈവം എന്നെ അത്ഭുതകരമായിട്ടാണ് നടത്തിയത്. എനിക്ക് വളരെ അധികം നന്മകളും അനുഗ്രഹങ്ങളുമാണ് എൻ്റെ ജീവിതത്തിൽ ഉണ്ടായത്. എനിക്ക് ഒരു കാലത്തും നടക്കാത്തതായ പല 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 കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി, നന്മയ്ക്ക് കാരണമായി ദൈവം മാറ്റിയ മാസമാണ് നവംബർ മാസം. നവംബർ മാസമാണ് എൻ്റെ ജീവിതത്തിൽ പല 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 നന്മകളും ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ കുടുംബജീവിതം 99 നവംബർ മാസത്തിലാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. 2001 നവംബർ മാസത്തിലാണ് ഞാൻ എബിയെ ക്യാരി ചെയ്യുവാൻ ഇടയായി തീർന്നത്. 2008 നവംബർ മാസത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ചാൻസ് പോലും നടക്കത്തില്ല എന്ന് പറഞ്ഞ കാര്യം ദൈവം നടത്തി തന്ന് നമ്മെ അനുഗ്രഹിച്ചു. 2017 നവംബർ മാസത്തിലാണ് മന്ന TV സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഓരോ നവംബർ മാസവും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ മാത്രമാണ് ദൈവം നൽകിയിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നന്മകളും അനുഗ്രഹങ്ങളുമാണ് നവംബർ മാസത്തിൽ ഞങ്ങൾക്ക് ദൈവം ചെയ്തു തന്നിട്ടുള്ളത്. ഈ വർഷവും എൻ്റെ ജീവിതത്തിൽ നവംബർ അനുഗ്രഹത്തിൻ്റെ മാസമായിരുന്നു, നന്മയുടെ മാസമായിരുന്നു. എൻ്റെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്കും പുതിയ പുതിയ ഡിസിഷൻസ് എടുക്കുവാൻ സാധിച്ച മാസമായിരുന്നു. ഞാൻ ഒത്തിരി വർഷം കൊണ്ട് ആഗ്രഹിച്ച ഒരു കാര്യം രജിസ്റ്റർ ചെയ്യുവാനായിട്ട് ദൈവം എന്നെ ഇടയാക്കിയ മാസമാണ്. അങ്ങനെ ഈ കഴിഞ്ഞ ഒരു മാസവും എനിക്ക് നന്മയുടെയും അനുഗ്രഹത്തിൻ്റെയും മാസമാണ്. ദൈവം എൻ്റെ ദുഃഖമെല്ലാം മാറ്റിത്തരും എന്ന് പറഞ്ഞതുപോലെ ഓരോ 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 സ്റ്റെപ്പിലും ദൈവം എന്നെ അത്ഭുതകരമായി 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 ദൈവം വഴി നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ഇനിയും ദൈവം എന്നെ അപ്രകാരം, ദൈവം എൻ്റെ ദുഃഖത്തെ മാറ്റി പ്രകാശമാക്കി തരും എന്ന് കർത്താവ് പറഞ്ഞത് ഞാൻ ഏറ്റെടുത്തത് എൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി. ഇനിയും തുടർന്നും ഇനിയും
ദൈവം സകലതും അനുഗ്രഹമാക്കി, സകലതും നന്മയാക്കി ദൈവം തരുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇന്നും പലതും ആഗ്രഹിച്ചിട്ട് ലഭിക്കാത്ത പല കാര്യങ്ങളുമുണ്ട്. പക്ഷേ ഞാൻ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്നവളാണ്. വാഗ്ദത്തിൽ വിശ്വസ്തനായ ദൈവം വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നിറവേറ്റാതെ ഈ ഭൂമിയിൽ നിന്ന് എന്നെ നീക്കത്തില്ല എന്ന് ഞാൻ വളരെയധികം ഉറച്ച് കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ കർത്താവ് ഒരു വാഗ്ദത്തം നൽകിയിട്ടുണ്ടെങ്കിൽ അത് കർത്താവ് നിറവേറ്റി തരും. എന്തൊക്കെ തടസ്സം വരട്ടെ, ഏതൊക്കെ രീതിയിൽ തടസ്സം വരട്ടെ, എപ്രകാരമൊക്കെ എങ്ങനെയൊക്കെ നോക്കിയാലും ആ വാഗ്ദത്തം നിറവേറുവാൻ ഒരു 1% പോലും ചാൻസ് കാണത്തില്ല. പക്ഷേ നമ്മുടെ ദൈവത്തിന് കണ്ണിമയ്ക്കുന്ന സമയം കൊണ്ട് ആ വാഗ്ദത്തങ്ങൾ നിറവേറ്റി തരുവാൻ സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. നമുക്ക് കഷ്ടത കൂടുതലാണെങ്കിൽ, നമുക്ക് പ്രയാസം കൂടുതലാണെങ്കിൽ, നമുക്ക് നിന്ന കൂടുതലാണെങ്കിൽ, പരിഹാസം കൂടുതലാണെങ്കിൽ, നമ്മെ ചവിട്ടി തേക്കുന്നത് കൂടുതലാണെങ്കിൽ ചിന്തിക്കണം, നമ്മുടെ വാഗ്ദത്തവും വലുതാണ്, നമ്മുടെ അനുഗ്രഹവും വലുതാണ്, ക്രിസ്തു നമുക്കായി വച്ചിരിക്കുന്നത് വലുതാണ്. അതുകൊണ്ടാണ് കൂടുതൽ കഷ്ടത, കൂടുതൽ പ്രയാസം, കൂടുതൽ നിന്ന, കൂടുതൽ പരിഹാസം, കൂടുതൽ ചവിട്ടിത്തേക്കൽ ഒക്കെ സംഭവിക്കുന്നത്. ഇന്നും എന്നെ നിന്ദിക്കുന്നവർ അനേകം പേരുണ്ട്, എന്നെ പരിഹസിക്കുന്നവർ അനേകം പേരുണ്ട്, എന്നെ ചവിട്ടി തേക്കുന്നവർ അനേകരുണ്ട്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന ദൈവം ഈ എന്നെ നിന്ദിക്കുന്ന, എന്നെ പരിഹസിക്കുന്ന, എന്നെ ചവിട്ടി തേക്കുന്ന വ്യക്തികൾ ലജ്ജിക്കുമാറ് എന്നെ മാനിക്കും, അനുഗ്രഹിക്കും. എൻ്റെ വാഗ്ദത്തങ്ങൾ എനിക്കാണ് അറിയാവുന്നുള്ള എൻ്റെ വാഗ്ദത്തങ്ങൾ ദൈവം എനിക്ക് എന്താണ് തന്നിരിക്കുന്നത്. ആ വാഗ്ദത്തങ്ങൾ പ്രാപിക്കുമ്പോൾ ഇവർ തന്നെ ആശ്ചര്യക്കും, ഇവർ തന്നെ ലജ്ജിച്ചു പോകും. അപ്രകാരമുള്ള വാഗ്ദത്തങ്ങളാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. ആ വാഗ്ദത്തത്തിൽ ഞാൻ വിശ്വസിച്ചാണ് മുന്നോട്ട് പോകുന്നത്. ദൈവം എന്നായാലും എൻ്റെ ജീവിതത്തിൽ ആ വാഗ്ദത്തങ്ങൾ നിറവേറ്റിത്തരും എന്നുള്ള ഉറപ്പ് എനിക്കുള്ളത് കൊണ്ട് ഞാൻ സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത്. പ്രയാസങ്ങൾ കടന്നു വരും, പ്രശ്നങ്ങൾ കടന്നു വരും, എതിരുകൾ കടന്നു വരും, പരിഹാസങ്ങൾ, നിന്ന എല്ലാം കടന്നു വരും, ചവിട്ടി തേക്കും. നമ്മെ ചവിട്ടി തേക്കാൻ പാടില്ലാത്ത വ്യക്തികൾ തന്നെ നമ്മെ ചവിട്ടി തേക്കും, നമ്മെ നിന്ദിക്കും, നമ്മെ പരിഹസിക്കും. പക്ഷേ അവിടെ എല്ലാം ഉള്ളിൽ സന്തോഷിക്കുക, കർത്താവ് വലുത് വച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. കർത്താവ് വലിയത് വച്ചിരിക്കുന്നതാണ്. യേശു കർത്താവ് അനുഭവിച്ചതുപോലെ നിന്ദയും പരിഹാസവും ഒന്നും നാം ആൽക്കുന്നില്ലല്ലോ, നാം അനുഭവിക്കുന്നില്ലല്ലോ. യേശു കർത്താവ് ഈ ലോകത്തിന്റെ രക്ഷകനായി മാറുവാൻ എന്തെല്ലാം പരിഹാസത്തിലൂടെ, എന്തെല്ലാം വേദനയിലൂടെ, എന്തെല്ലാം പ്രയാസത്തിലൂടെ ഒക്കെ കടന്നുപോയി. യേശു കർത്താവ് അനുഭവിച്ചതായ നിന്ദയും പരിഹാസവും പ്രയാസവും ഒന്നും ദൈവമക്കളെ നമ്മുടെ ആരുടെയും ജീവിതത്തിൽ കടന്നു വന്നിട്ടില്ല. യേശു കർത്താവ് നിന്ന അനുഭവിച്ചു, പ്രയാസങ്ങൾ അനുഭവിച്ചു, കഷ്ടതകൾ അനുഭവിച്ചു, പക്ഷേ ലോകത്തിന്റെ രക്ഷകനായി മാറി. അതുപോലെ നമ്മുടെ വാഗ്ദത്തങ്ങൾ വലുതാണെങ്കിൽ, ദൈവം നമ്മെക്കുറിച്ച് വച്ചിരിക്കുന്നത് വലുതാണെങ്കിൽ, നാം കൂടുതൽ നിന്ന അനുഭവിക്കേണ്ടി വരും, കൂടുതൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും, പരിഹാസത്തിലൂടെ കടന്നു പോകേണ്ടി വരും, ചവിട്ടി തേക്കലിലൂടെ കടന്നു പോകേണ്ടി വരും, ഒറ്റപ്പെടലിലൂടെ കടന്നു പോകേണ്ടി വരും. ആരും നമ്മുടെ സൈഡിൽ നിൽക്കത്തില്ല. എല്ലാവരും നമ്മെ തള്ളിക്കളയും. ഹസ്ബൻഡ് തള്ളിക്കളയും, മക്കൾ തള്ളിക്കളയും, മാതാപിതാക്കൾ തള്ളിക്കളയും, സഹോദരങ്ങൾ തള്ളിക്കളയും. പക്ഷേ വിളിച്ചവൻ വിശ്വസ്തനാണ്, വിളിച്ചവൻ വിശ്വസ്തനാണ്. അവൻ വാക്കു മാറാത്തവനാണ്. അവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്യും എന്നുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, എൻ്റെ ദൈവം എന്നെ ജീവിപ്പിച്ച വചനമാണ് ഞാൻ പറഞ്ഞത്. 119:50 പറയുന്നു, നമ്മുടെ വചനം ജീവിപ്പിക്കും, നമ്മളെ വചനം ജീവിപ്പിക്കും. അപ്പോൾ നമ്മുടെ കഷ്ടതകളെല്ലാം നമുക്ക് ആശ്വാസമായി മാറും. അങ്ങനെ എന്നെ ജീവിപ്പിച്ച വചനത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. യഹോവ നിന്റെ നിത്യ പ്രകാശമാകുന്നു, ദുഃഖകാലം അറിയിപ്പിക്കും.
ആ വചനത്തെ ഞാൻ മുറുകെ പിടിച്ചുകൊണ്ട് ഇന്നും മുന്നോട്ട് പോകുന്നു. ഇന്നും ഞാൻ മുന്നോട്ട് പോകും. അതുകൊണ്ട് ദൈവം എനിക്ക് പല 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 നന്മകൾ, അനുഗ്രഹങ്ങൾ തന്നുകൊണ്ടേയിരിക്കുന്നു. പലരും നോക്കുമ്പോൾ നീ എന്ത് അനുഗ്രഹം പ്രാപിച്ചു എന്ന് എന്നെ നോക്കി പരിഹസിക്കുന്നവർ പലരുമുണ്ട്. എന്നെ നോക്കി നിന്ദിക്കുന്നവർ പലരുമുണ്ട്. എന്നെ ചവിട്ടിത്തേക്കുന്ന പലരുമുണ്ട്. ഒന്നും രണ്ടും വ്യക്തികളല്ല, ഇഷ്ടംപോലെ വ്യക്തികളുണ്ട്, ഇഷ്ടംപോലെ. പക്ഷേ അവരുടെ മുമ്പേ എല്ലാം എനിക്ക് ചിരിച്ചുകൊണ്ട് നിൽക്കുവാൻ സാധിക്കുന്നത് കർത്താവ് എനിക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തവും കർത്താവ് നൽകിയിരിക്കുന്ന ഈ വചനവുമാണ്. കർത്താവ് എൻ്റെ ദുഃഖത്തെ മാറ്റി പ്രകാശമാക്കുമെന്ന് പറഞ്ഞതുപോലെ എൻ്റെ ദുഃഖം ഞാൻ മറന്ന് എപ്പോഴും ചിരിച്ചുകൊണ്ട് എനിക്ക് നടക്കുവാൻ, ദൈവസന്നിധിയിൽ ചിരിച്ചുകൊണ്ട് നടക്കുവാൻ, എപ്പോഴും സന്തോഷത്തോടെ നടക്കുവാൻ, എപ്പോഴും പ്രകാശം നിറഞ്ഞ ഒരു മുഖത്തോടു കൂടി നടക്കുവാൻ ദൈവം എന്നെ ഇടയാക്കി. ഇന്നും പല വേദനകളുണ്ട്, പല പ്രയാസങ്ങളുണ്ട്. പക്ഷേ അതൊന്നും എന്നെ അലട്ടാറില്ല. അതെല്ലാം ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട് ദൈവം എപ്പോൾ അതെല്ലാം ശരിയാക്കുമോ അപ്പോൾ ശരിയാക്കട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ട് ദൈവം എന്നെ നടത്തുന്ന വഴികളിലൂടെ ഞാൻ പോകുവാൻ ദൈവത്തിൻ്റെ കരങ്ങളിൽ കൊടുത്തിട്ട്, ദൈവഹിതമനുസരിച്ച് എന്നെ നയിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ കൊടുത്തിട്ട്, ദൈവഹിതമില്ലാത്ത ഒന്നും എൻ്റെ ജീവിതത്തിൽ നടക്കരുതേ അപ്പ, അങ്ങ് തന്നെ സകലതും എനിക്ക് ശരിയാക്കി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോയപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയും മാറ്റങ്ങളും സന്തോഷങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുവാനിടയായിത്തീർന്നു. ദൈവം ഒത്തിരി നന്മകൾ ഈ മാസം എനിക്ക് നൽകുവാനിടയായിത്തീർന്നു. തുടർന്നും ദൈവം എന്നെ അനുഗ്രഹിക്കും, ദൈവം എന്നെ മാനിക്കും, ദൈവം എന്നെ ഉയർത്തും എന്നുള്ള ആ വിശ്വാസത്തോടെ ഉറപ്പോടും വേണം ഞാൻ മുന്നോട്ട് പോകുന്നത്. ദൈവമക്കളെ, അതുപോലെ നിങ്ങളെയും സ്പർശിച്ചതായ പല വചനങ്ങളും കാണും. ആ വചനങ്ങളെ നിങ്ങൾ മുറുകെ പിടിക്കുക. ആ വചനം നിങ്ങളെ ജീവിപ്പിക്കും. ആ വചനം നിങ്ങളെ എഴുന്നേൽപ്പിക്കും. ആ വചനം നിങ്ങളെ ഉയർത്തും, നിങ്ങളെ അനുഗ്രഹിക്കും. നിശ്ചയമായും ദൈവം ചെയ്യും. എൻ്റെ ഹസ്ബൻഡ് പറയാറുണ്ട്, 2008 പുള്ളി ഒരു ആലയത്തിൽ ഒരു ഉപവാസ പ്രാർത്ഥനയിൽ മെസ്സേജ് പറയുവാൻ പോയ സമയത്ത് ദൈവം കൊടുത്തതായ ഒരു വചനമാണ്, ആ ആലയത്തിൻ്റെ ഭിത്തിയിൽ തൂക്കിയിട്ടിരുന്ന ഒരു വചനമാണ്, ഇന്നു മുതൽ ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന വചനം. പലപ്പോഴും പുള്ളി ഈ വചനം കണ്ടിട്ടുണ്ട്, വായിച്ചിട്ടുണ്ട്, പക്ഷെ അപ്പോഴൊന്നും സ്പർശിച്ചില്ല. പക്ഷെ 2008 പുള്ളി ആ വചനം വായിച്ചപ്പോൾ പുള്ളിയുടെ ഹൃദയത്തിൽ അത് ക്രിയ ചെയ്യുവാൻ തുടങ്ങി. അതിനുശേഷം ആണ് ഞാൻ പറഞ്ഞതായ 2008 നവംബറിൽ 1% പോലും സംഭവിക്കില്ല എന്ന് പുള്ളി വിധി എഴുതി വച്ച, പുള്ളി മാത്രമല്ല പലരും നോക്കി വിധി എഴുതി വച്ചതായ സംഭവം 100% നടക്കുന്ന രീതിയിലേക്ക് ദൈവം മാറ്റുവാനിടയായിത്തീർന്നു. അതിനുശേഷം ദൈവം പുള്ളിയെ വച്ചടി അനുഗ്രഹിക്കുവാൻ തുടങ്ങി. അതിനുശേഷമാണ് ദൈവം ഈ കാണുന്ന നിലയിലേക്ക് ഞങ്ങളുടെ ആലയത്തെയും ശുശ്രൂഷയും ഒക്കെ ദൈവം മാനിക്കുവാൻ ഇടയായത്. പിശാച് നമ്മെ തകർത്ത് നമുക്ക് ഒരിക്കലും ഒരു ഉയർച്ച, ഒരു അനുഗ്രഹം തരത്തില്ല എന്ന് മൂടി വച്ചിരുന്ന മേഖലയിൽ നിന്ന് എല്ലാ ജൂൺ മാസവും ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ അസ്വസ്ഥതയുടെയും പ്രയാസത്തിൻ്റെയും കണ്ണുനീരിൻ്റെയും വേദനകളുടെയും കാലഘട്ടമാണ്. എല്ലാ ജൂൺ മാസവും അങ്ങനെ തന്നെയായിരിക്കും. പക്ഷെ ഇപ്പോൾ കുറച്ച് നാളുകൊണ്ട് അങ്ങനെയല്ല. പക്ഷേ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ് തൊട്ടുള്ള എല്ലാ ജൂൺ മാസവും ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നരകതുല്യമായ ഇതാണ് ജൂൺ മാസം എന്ന് പറയുന്നത്. പക്ഷേ ദൈവം 2021 ശേഷം ദൈവം ആ നരകമെല്ലാം എടുത്തു മാറ്റി. ദൈവം ആ നരകമെല്ലാം എടുത്തു മാറ്റി.
എല്ലാം സഹിക്കുവാനും പൊറുക്കുവാനും, തമ്മിൽ എല്ലാം സഹിക്കുവാനും പൊറുക്കുവാനും, എന്തൊക്കെ പ്രശ്നങ്ങൾ കടന്നു വന്നാലും സഹിക്കുവാനും പൊറുക്കുവാനും ഒക്കെ ദൈവം ഞങ്ങളെ ഇടയാക്കി. ഇന്ന് ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ഞങ്ങളുടെ കുടുംബജീവിതമാകട്ടെ, ഞങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ഭവനത്തിൽ ജീവിച്ചു വരുന്നു. പക്ഷെ മറ്റുള്ളവർ നോക്കുമ്പോൾ ചിലപ്പോൾ പലരും ചിന്തിക്കും, ഇവളെന്ത് നേടി, ഇവളെന്ത് പ്രാപിച്ചു, ഇവൾ ഇന്നും പൂട്ടപ്പെട്ട അവസ്ഥയിലാണല്ലോ എന്നൊക്കെ. അല്ല, ഞാൻ ഇന്ന് പൂട്ടപ്പെട്ട അവസ്ഥയിലല്ല. എനിക്ക് ദൈവം പൂർണ്ണ സ്വാതന്ത്ര്യത്തെ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. പൂർണ്ണ സ്വാതന്ത്ര്യത്തെ ദൈവം എനിക്ക് നൽകിയിട്ടുണ്ട്. ദൈവം ദുഃഖത്തെ മാറ്റുമെന്ന് പറഞ്ഞാൽ അതൊരു പിശാചിനും ഒരു മാനുഷിക ശക്തികൾക്കും പൂട്ടാൻ പറ്റത്തില്ല. ദൈവമാണ് ആ ദുഃഖത്തെ മാറ്റി പ്രകാശമാക്കി തന്നത്. ദൈവം ഇനി ഒരിക്കലും ഞാൻ ദുഃഖിക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല എന്ന് പറഞ്ഞതുപോലെ ദൈവം ഇന്ന് പ്രശ്നങ്ങളില്ല എന്നല്ല, പിശാച് പല രീതിയിലും പല വ്യക്തികളിലൂടെയും കളിക്കും. പക്ഷേ അതൊന്നും എൻ്റെ ഹൃദയത്തിൽ ടച്ച് ചെയ്യാറില്ല. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അത് ഇവിടെ കൂടെ കെട്ടി ഇവിടെ കൂടെ അങ്ങ് പോകും. അത് എൻ്റെ ഹൃദയത്തെ സ്പർശിക്കാറില്ല. ഞാൻ അതൊക്കെ അങ്ങ് തുപ്പിക്കളഞ്ഞിട്ട് ചിരിച്ചുകൊണ്ട് നടക്കും. എന്ത് വന്നാലും എനിക്ക് ഏക്കത്തില്ല എന്നുള്ള രീതിയിൽ ഞാൻ നടക്കും. പക്ഷേ 2021 ഈ വചനം കേൾക്കുന്നതിന് മുമ്പ് വരെയും ഞാൻ അങ്ങനെ അല്ലായിരുന്നു. എന്തും എൻ്റെ ചെവി കയറി, പിന്നെ ഹൃദയത്തിൽ കയറി, എൻ്റെ മനസ്സിൽ കയറി, എൻ്റെ ബുദ്ധിയിൽ കയറി, എനിക്കറിയില്ല, ആ ഒരു രീതി ആയിരുന്നു. വളരെയധികം എപ്പോഴും കരഞ്ഞും ദുഃഖിച്ചും ഒരു മൂലയിൽ ഇരിക്കുന്ന, മറ്റുള്ളവർ നോക്കുമ്പോൾ ആലയത്തിൽ വരുമ്പോൾ ഹാപ്പി, പക്ഷെ അങ്ങനെ അല്ലായിരുന്നു എൻ്റെ ജീവിതം. ബാക്കി എല്ലാ ദിവസവും വീട്ടിലൊരു മൂലയിൽ ഇരുന്ന് ഏത് നേരവും കരഞ്ഞ് എനിക്ക് വേദനകളും കണ്ണുനീരും കൊണ്ട് ഞാൻ കരഞ്ഞ് പലരോടും എൻ്റെ വേദനകൾ പറഞ്ഞത് അവർ അത് നാരയിലെടുത്ത് കോരയിലെടുത്ത് അതിൽ നിന്ന് കുറേ കൂടെ ഇട്ട്, കയ്യിൽ നിന്നും കൂടെ ഇട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉള്ളിലും എൻ്റെ മകൻ്റെ ഉള്ളിലും എൻ്റെ മകളുടെ ഉള്ളിലും എല്ലാവരുടെ ഉള്ളിലും കൊടുത്ത് കുറേ കൂടെ അസമാധാനങ്ങൾ സൃഷ്ടിച്ച് അത് ഇന്നും ഹസ്ബൻഡിൻ്റെയും മക്കളുടെയും ഉള്ളിൽ അത് ക്രിയ ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ അവരത് ആണ് വിശ്വസിക്കുന്നത്, മറ്റുള്ളവർ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ. ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞാൻ ചിന്തിക്കാത്തതും പറയാത്തതുമായ പല കാര്യങ്ങളുമാണ് കേൾക്കുന്നത്. പക്ഷേ അപ്പോഴൊക്കെ അതെനിക്ക് ഭയങ്കര വേദനയും പ്രയാസവുമായിരുന്നു. പക്ഷെ ഇന്ന് അതൊന്നും കേൾക്കുമ്പോൾ ആരെന്നെ എന്ത് പറഞ്ഞാലും എനിക്കൊരു ചുക്കൂല. കാരണം ഞാൻ ചെയ്യാത്ത കാര്യത്തെക്കുറിച്ച് ഞാൻ ബോധർ ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കുവാൻ തക്കവണ്ണം ദൈവം എന്നെ ഇടയാക്കി, ദൈവം എന്നെ ഒരുക്കി. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മെ സ്പർശിക്കുന്ന വചനങ്ങൾ നാം ഏറ്റെടുത്ത് ഹൃദയത്തിൽ അത് താലോലിച്ച് നാം ദൈവം തന്ന നമ്മുടെ ആ വചനത്തെ നാം മുറുകെ പിടിച്ച് ആ വചനത്തെ ഏറ്റെടുത്ത് നാം ജീവിക്കുകയാണെങ്കിൽ ആ വചനപ്രകാരം ദൈവം നമ്മെ വഴി നടത്തുവാൻ ഇടയായിത്തീരും. അതിനാൽ ദൈവം നിങ്ങളെയും സഹായിക്കട്ടെ, ദൈവം നിങ്ങളെയും ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.